الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آله وصحبه أجمعين أما بعد ബറാഅത്ത് രാവ് നമുക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ മഹത്വങ്ങൾ ശരിയായ നിലക്ക് മനസ്സിലാക്കൽ ആവശ്യമാണ്. ധാരാളം മഹത്വങ്ങൾ പറയാനുണ്ട്. ചിലത് ഇപ്പോൾ പറയാം. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന 5 ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ബറാഅത്ത് രാവ്. അതുകൊണ്ട് തന്നെ ഈ ബറാഅത്ത് രാവിൽ ധാരാളം ദുആ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം കണ്ട് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രാവാണ് ബറാഅത്ത് രാവ്. അതുകൊണ്ട് ദോഷം പൊറുക്കാൻ കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണം കണ്ട്, അന്നുണ്ടായിരുന്ന ഒരു ഗോത്രമാണ് കൽബ് ഗോത്രം, അവർക്ക് ആടുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ പുറത്തു കൊടുക്കും. ഇതുപോലെ പാതിര സമയത്ത്, രാത്രി സമയത്ത് പ്രത്യേകം ഇജാബത്തുകൾ പറഞ്ഞിട്ടുണ്ട്. നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. രാത്രി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കൽ, ഹയാത്താക്കൽ സുന്നത്താണ്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഒരു രാത്രി എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രി കാണുന്നില്ല. എൻ്റെ അടുത്ത് കിടന്നതായിരുന്നു. അങ്ങനെ ഞാൻ തങ്ങൾ എവിടെയാണ് എന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്കിറങ്ങി. അപ്പം നബി തങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഖബർസ്ഥാനിൽ സ്വഹാബികളൊക്കെ മറമാടപ്പെട്ട ജന്നത്തുൽ ബഖീയിൽ തങ്ങൾ സിയാറത്ത് ചെയ്യുകയാണ്, ഖബർ സിയാറത്ത് ചെയ്യുകയാണ്. അപ്പോ ഈ ബറാഅത്ത് രാവിൽ നമ്മളെ മഹാന്മാരെ സിയാറത്ത് ചെയ്യൽ നല്ലതാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ കുടുംബങ്ങൾ, ബന്ധുക്കള്, കൂട്ടുകാര്, മരണപ്പെട്ടവര്, നമ്മുടെ നാട്ടില് അടുത്ത ഖബർസ്ഥാനൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യുന്നത്, മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നതും, മാതാപിതാക്കളെ മരിച്ചവരുണ്ടെങ്കിൽ അവരൊക്കെ സിയാറത്ത് ചെയ്യുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കാം. അവർക്ക് വേണ്ടി ദുആ ചെയ്താല് ഈ രാത്രിയുടെ ഇജാബത്ത് ലഭിക്കുമല്ലോ. 5 രാത്രികളിൽ ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ് ബറാഅത്ത് രാത്രി. അങ്ങനെ നബിതങ്ങള് അവിടൊക്കെ സിയാറത്തൊക്കെ ചെയ്ത് അബായിഷാബി അറിയാണ്, ഞാന് നബിതങ്ങളെ തെരഞ്ഞു പോയത്, നബിതങ്ങളിഞ്ഞ് അഥവാ മറ്റു ഭാര്യമാരടുത്തിട്ട് പോയോന്ന് കരുതിപ്പോയി. അപ്പോ നോക്കിയപ്പോ നബിതങ്ങളെ ഇബാദത്തിലാണ്, ഖബർ സിയാറത്ത് ചെയ്യാണ്. അങ്ങനെ നബിതങ്ങൾ വന്നപ്പോ നബിതങ്ങൾക്ക് ആയിഷ ബീവി കിതക്കുന്നത് കണ്ടപ്പോ തിരിച്ച് ഇങ്ങോട്ട് വന്ന് നബിതങ്ങളെ മുന്നിൽ വേഗം വീട്ടിൽ വന്ന് കിടന്നു. അപ്പൊ കിതക്കുന്നുണ്ട്. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു ആയിഷ ബീവിനോട്, എന്താ കിതക്കുന്നത്? അപ്പോ ഞാനിങ്ങനെ പുറത്തേക്ക് നിങ്ങളെ വേക്കിൽ വന്നീനി പറഞ്ഞു. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, അതഖാഫീനി കുന്തി തഖാഫീനി തഖാഫീന യഹീഫ് അല്ലാഹു അലൈക വറസൂലു, അല്ലാഹുവും റസൂലും നിന്നെ ചതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ ആയിഷ? ഞാൻ നിങ്ങളെ ചതിക്കാൻ വേണ്ടി പോയതൊന്നല്ല. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാത്രി അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഈ രാത്രി ഇറങ്ങുന്നതാണ്. അള്ളാഹുവിന്റെ പ്രത്യേക മലക്ക് ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങുന്നതാണ്. എന്നിട്ട് അള്ളാഹു തആല ഈ രാത്രി പുറത്തു കൊടുക്കും. കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ ആട്ടിൻ പറ്റങ്ങളുടെ രോമങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതലായിട്ട്, ആ രോമങ്ങൾ തന്നെ ഒരാടിന് തന്നെ എത്ര രോമം ഉണ്ടാവും, അതിനേക്കാളും കൂടുതലായിട്ട് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഈ രാത്രിയുടെ മഹത്വം ദോഷം പൊറുക്കുക എന്നതാണ്. കഴിഞ്ഞു പോയ കാലത്ത് നമ്മൾ നിന്നുണ്ടായ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി ഈ രാത്രി നാം അള്ളാഹുവിനോട് പൊറുക്കൽ തേടണം, തൗബ ചെയ്യണം. ഈ രാത്രിയുടെ മഹത്വത്തെ കുറിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ലൈലി ഫസല്ല ഫാതാല സുജൂദ, നബിതങ്ങൾ ഒരിക്കൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കന്നെ. സുജൂദൊക്കെ എത്ര നേരാ ചെയ്യുന്നത്? സുജൂദിൽ കിടന്നിങ്ങനെ
ദീർഘസമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം സുജൂദിൽ കടന്നുകൊണ്ട് തസ്ബീഹ് ഇങ്ങനെ ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു അന്നഹു കുബിത, നബിതങ്ങൾ ഈ സുജൂദിൽ അനങ്ങാതെ കിടക്കണണ്ടപ്പോ അവിടുത്തെ ശ്വാസം പോയോ, അവിടുന്ന് വഫാത്തായി പോയോ എന്ന് വരെ കരുതി. അത്രയും സുജൂദാ, അനങ്ങാത്ത സുജൂദ്. അപ്പൊ സാധാരണ തന്നെ നീട്ടിയ സുജൂദാണ് ഇത്, അതിലും വലിയ സുജൂദ് കണ്ട് അങ്ങനെ ഞാന് തുണിയുടെ മുകളിലൂടെ അവിടുത്തെ തള്ളവരല് ഇളക്കി നോക്കി. അപ്പൊ അത് ഇളകുന്നുണ്ട്. അങ്ങനെ വിധങ്ങൾ സുജൂദിൽ നിന്നും വിരമിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ ആയിഷ ബീവിനെ വിളിക്കുന്നു. യാ ആയിഷ ഔ യാ ഹുമൈറ, ഏ ആയിഷേ, അതനൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി ഖാസബിക ബിക്കി, നബി തങ്ങൾ നിന്നെ വഞ്ചിച്ചതാണ് എന്നാണോ നീ കരുതുന്നത്? ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, അങ്ങനൊന്നും ഞാൻ കരുതിയിട്ടില്ല നബിയെ എന്ന് ആയിഷ ബീവി പറഞ്ഞു. മറിച്ച് അങ്ങ് സുജൂദിൽ ഇങ്ങനെ കിടന്നപ്പോ അങ്ങ് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ കരുതിപ്പോയി നബിയെ എന്ന് പറഞ്ഞു ആയിഷ ബീവി. അപ്പോ നബി തങ്ങൾ പറഞ്ഞു, അത്തദിരി അയ്യ ലൈലത്തിൻ ഹാദി, ഇത് ഏത് രാത്രിയാണെന്ന് നിനക്കറിയുമോ? ഖുൽതു, ആയിഷ ബീവി പറഞ്ഞു, പഠിച്ചോൻകാരെ അല്ലാഹു റസൂലു ആലം എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇത് ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ പകുതിയുടെ രാവാണ്, 15 രാവാണ്. ഇന്നല്ലാഹ ബറാഅത്ത് രാവ്, ഇന്നല്ലാഹ തആല അലാ ഇബാദി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ പകുതിയുടെ ഈ രാത്രിയിൽ അല്ലാഹു തആല പ്രത്യേകം ശ്രദ്ധിക്കും, പരിഗണിക്കും. എന്നിട്ട് ഫയഗ്ഫിർ ലിൽ മുസ്തഗ്ഫിരീൻ, ഇസ്തിഗ്ഫാർ ചെയ്ത് കരഞ്ഞ് തൗബ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു പൊറുക്കൽ തേടും. ഫയർഹമുൽ മുസ്തർഹിമീൻ, അള്ളാഹുവിനോട് റഹ്മത്ത് ചെയ്യണം പഠിച്ചോനെ എന്ന് ചോദിക്കുന്നവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യും. അള്ളാഹു പൊറുക്കൽ തേടുന്നവർക്ക് പുറത്തു കൊടുക്കും. കമാഹും, പകയും പോരുമായി നടക്കുന്നവർ ചിലരെ കാണാം, അവരെ അള്ളാഹു ഈ പൊറുക്കലിൽ ഉൾപ്പെടുത്തുകയില്ല. അവൻ റഹ്മത്ത് ചെയ്യുന്നവരെ കൂട്ടത്തിൽ അവൻ റഹ്മത്ത് ചെയ്യുകയില്ല. അവരെ അള്ളാഹു ശിക്ഷ നടപ്പാക്കും. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്തിന് തൊട്ടകറ്റപ്പെട്ടവരായിട്ടും പൊറുക്കൽ കിട്ടാത്തവരായിട്ടും മാറുന്നത് പിണങ്ങി നടക്കുന്നവർ, അതുപോലെ പകയുമായി നടക്കുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ രാവിൽ ആരെങ്കിലും ഒരു പിണക്കമോ പകയോ ഉണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം തീർക്കുകയും പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫയഗ്ഫിർ ലി ഇബാദി, അല്ലാഹു പ്രത്യേകം ഈ രാവിൽ എത്തിനോക്കും, പരിഗണിക്കും. എന്നിട്ട് അവന്റെ അടിമകൾക്ക് അവൻ പൊറുക്കും. 2 ആളുകൾക്കൊഴികെ, ഒന്ന് മുശാഹിൻ, പകയുള്ളവൻ, ഖാതുലു നഫ്സിൻ, കൊല ചെയ്തവൻ, മറ്റുള്ളവരെ കൊല ചെയ്തവൻ, അവിശ്വാസി, കപടൻ തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പൊ പക, അവിശ്വാസം, കപട എന്നതൊക്കെ ഒഴിവാക്കണം. പകയുള്ളവർ അത് വെടിയുന്നത് വരെ അള്ളാഹു അവരെ വെടിയും എന്നും കാണാം. ഇനിയും ധാരാളം അതുമായി ബന്ധപ്പെട്ട് ഹദീസുകളുണ്ട്. ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ബറാഅത്ത് രാവിനെ പറ്റിയുള്ള ഹദീസുകൾ, അതുപോലെ മറ്റു പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഇബ്നു മാജ, ബൈഹഖി തുടങ്ങി പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ വിവരിച്ചുകൊണ്ട് ഷൗക്കാനി എന്ന വഹാബികൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തുന്നത് കാണാം. ഇഅ്ലം അന്നഹു ഖദ് വറദ ഫീ ഫളീലത്തി ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ഇദ്ദത്തു അഹാദീസ്. ശഅബാൻ പകുതിയുടെ രാത്രി, ബറാഅത്ത് രാത്രിയെ സംബന്ധിച്ച് അതിന്റെ മഹത്വങ്ങളെ പറ്റി, അതിന്റെ ഫളീലത്തിനെ പറ്റി ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. മജ്മുഉഹാ യദുല്ലു അലാ അന്ന ലഹാ അസ്ലാ, അതിന് ആ ഹദീസുകളുടെ ഒരുമിച്ച് കൂട്ടിയ ടോട്ടൽ നോക്കുമ്പോൾ ബറാഅത്തിന്റെ രാത്രിക്ക് ശ്രേഷ്ഠതയുണ്ട് എന്നതിന് അടിസ്ഥാനമുണ്ട്, അതിന്റെ ശ്രേഷ്ഠതയുണ്ട് അതിന് എന്ന് തന്നെ മനസ്സിലാക്കാം. മേൽപ്പറഞ്ഞ ശ്രേഷ്ഠത വിവരിക്കുന്ന സംഭവങ്ങളടക്കം അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെ ധാരാളം റിപ്പോർട്ടുകൾ ആ ബറാഅത്ത് രാവിന്റെ മഹത്വത്തെ പറ്റി ഷൗക്കാനി തന്നെ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം മറ്റൊരു റിപ്പോർട്ട് കൊണ്ടുവരുന്നു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായ ഹദീസ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ശഅബാൻ പകുതിയുടെ രാത്രി, ശഅബാൻ 15ന്റെ രാത്രി വന്നാൽ നിങ്ങൾ അന്നത്തെ രാത്രി നിസ്കാരം പ്രത്യേകം നിർവഹിക്കണം. വസൂമു നഹാറഹ, അന്നത്തെ പകല് നോമ്പനുഷ്ഠിക്കണം, ബറാഅത്ത് നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഇന്നല്ലാഹ യൻസിലു ഫീ ഹാലി ഖുറൂബി ശംസി ഇലാ സമാഇ ദുനിയാ. അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യവും റഹ്മത്തുകളും സൂര്യൻ അസ്തമിച്ചത് മുതൽ വന്ന അനാകാശത്തേക്ക് അന്നത്തെ രാത്രിയിൽ ഇറങ്ങുന്നതാണ്. അല്ലാഹു പ്രത്യേകമായി അന്ന് പറയും, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലഹു. ആരാണ് എന്നോട് പൊറുക്കൽ തേടുന്നത്, ഞാൻ അവൻക്ക് പൊറുത്തു കൊടുക്കാം. അലാ മുസ്തർസിഖിൻ ഫർസുഖു. ആരാണ് എന്നോട് റിസ്ഖ് തേടുന്നത്, ആരാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നത്, ആരാണ് എന്നോട് പൊറുക്കൽ തേടുന്നത്, അവൻക്ക് ഞാൻ പൊറുത്തു കൊടുക്കാം. ആരാണ് എന്നോട് റിസ്ഖ് തേടുന്നത്, ആവശ്യമായ ഭക്ഷണം തേടുന്നത്, ആവശ്യമായ സമ്പത്ത് തേടുന്നത്, അതുപോലെ ആവശ്യമായ എന്തെല്ലാം ആവശ്യമുണ്ട് അതൊക്കെ ചോദിക്കുന്നത്, ആരാടവൻക്ക് ഞാൻ നൽകാം. അലാ മുബ്തലൻ ഫആഫിയ. പരീക്ഷിക്കപ്പെട്ട് പ്രയാസപ്പെടുന്നത് രോഗം കൊണ്ടോ മറ്റോ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ടോ, അല്ലാത്ത ബുദ്ധിമുട്ടുകളെ കൊണ്ടോ, ടെൻഷനുകളെ കൊണ്ടോ, വിഷമങ്ങളെ കൊണ്ടോ പരീക്ഷിക്കപ്പെട്ടവരാരാണുള്ളത്, ഫആഫിയ, ഞാൻ അവൻക്ക് ആഫിയത്ത് നൽകാം എന്നിങ്ങനെ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളിയാളമുണ്ടാകും. അലാ കഥ അലാ കഥ, ഇങ്ങനെ ഓരോ ആവശ്യങ്ങളെ വേറെയും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആർക്കും ഞാൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം നൽകുമെന്ന് പറയും. ഹത്താ യത്ലു അൽ ഫജ്റു, സുബിഹി ബാങ്ക് കൊടുക്കുന്നത് വരെ രാത്രി അനൗൺസ്മെന്റ് ആകാശലോകത്ത് വെച്ച് നടക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ സംഭവവും അദ്ദേഹം കൊണ്ടുവരികയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഫഹാദിഹിൽ അഹാദീസു, ഇത്തരം ഹദീസുകൾ ബിമജ്മൂഇഹാ, അതിന്റെ ടോട്ടൽ കൊണ്ട്, ഹുജ്ജത്തുൻ അലാ മൻ സഅമ, ചില ആടുകൾ നെടിഞ്ഞു പറയുന്നുണ്ടല്ലോ, അന്നഹു ലം യസ്ബുത് ഫീ ഫളീലത്തി ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ശൈഉൻ, ശഅബാൻ പകുതിയുടെ രാത്രിയുടെ ശ്രേഷ്ഠതയിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ചിലർ നെടിഞ്ഞു പറയുന്നുണ്ട്. അവർക്കെതിരെ ഈ ഹദീസുകൾ, ധാരാളമുള്ള ഹദീസുകൾ ടോട്ടൽ നോക്കുമ്പോൾ അവർക്കെതിരെയുള്ള പ്രമാണമാണ് എന്ന് ശൗക്കാനി പറയുകയാണ്. വഹാബികൾ പോലും അംഗീകരിക്കുന്നയാളാണ് ശൗക്കാനി എന്നുകൂടി മനസ്സിലാക്കണം. മിർഖാത്തിൽ, വിശുദ്ധ ഖുർആനിലെ ദുഖാൻ സൂറത്തിലെ ആദ്യത്തെ ആയത്ത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, രണ്ടാമത്തെ ആയത്ത്, ബറക്കത്താക്കപ്പെട്ട രാത്രിയാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന് കാണാം, നമ്മൾ ഇറക്കിയത്. ആ മുബാറക്കായ രാത്രി ഏതാണ് എന്ന് മഹാന്മാർ ചർച്ച ചെയ്തപ്പോൾ മിഷ്കാത്തിൽ ഉദ്ധരിക്കുന്നു, ശറഹുൽ മിഷ്കാത്ത് മിർഖാത്തിൽ ഉദ്ധരിക്കുന്നു, ഇമാം അലിയുൽ കാരി ഖാല ജമാഅത്തു മിനസ് സലഫ്, സലഫ് സ്വാലിഹുകളിൽ ഒരു സംഘം പറഞ്ഞു. സലഫി എന്ന് പറഞ്ഞിട്ട് സലഫിനെ അംഗീകരിക്കാത്ത, പല്ലില്ലാത്താക്ക് പല്ലെന്ന് പറയുന്നത് പോലെയാണ്. അദ്ദേഹം പറയാണ്, സലഫുകൾ പറഞ്ഞതെന്താണ്, ഇന്നൽ മുറാദ ഫിൽ ആയത്തി ഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം ശഅബാൻ പകുതിയുടെ രാത്രിയാണ് എന്ന് സലഫുകളിൽ ഒരു സംഘം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അപ്പൊ ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതും ലൈലത്തുൽ ബറായിലാണ് ഖുർആൻ ഇറങ്ങിയതും എന്ന് പറഞ്ഞത് തമ്മിൽ എങ്ങനെ സംയോജിപ്പിക്കും, വിരുദ്ധതയുണ്ടോ? അദ്ദേഹം പറയുന്നു, വലാ തഖാലുഫ ബൈനഹുമാ, രണ്ടും തമ്മിൽ വിരുദ്ധതയില്ല. ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ ബറായിലാണെന്നും റമദാനിലെ ലൈലത്തുൽ ഖദറിലാണെന്നും തമ്മിൽ വിരുദ്ധതയില്ല. എന്തുകൊണ്ട്?
ഒന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം, ലൈലത്തുൽ ഖദറിൽ ഇറങ്ങിയത്, റമദാനിൽ ഇറങ്ങിയത് ആകാശത്തു നിന്ന് ഭൂമിയിലേക്കുള്ള ഇറക്കമാണ്. ആദ്യത്തെ ഇഖ്റ ഓതിക്കൊടുത്തത് ലൈലത്തുൽ ബറായിൽ ആ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശത്തേക്ക് അത് എന്റെ കോപ്പി മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള ഒന്നാം ആകാശത്തേക്കുള്ള ഇറക്കമാണ് ആദ്യം ശഅബാൻ പകുതിയുടെ രാത്രിയിൽ ഇറങ്ങിയത്. പിന്നെ അത് മുബാറക്കായ രാത്രി എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആൻ പറയുന്നു. ബറക്കത്തുള്ള രാത്രി, ബറാഅത്ത്, ബറക്കത്ത് എന്നൊക്കെ പഴയ കാലത്ത് പാട്ട് പാടാറുണ്ട് ചിലർ. പിന്നീട് റമദാനായപ്പോൾ ഇഖ്റ കൊണ്ട് തുടങ്ങിക്കൊണ്ട് ഭൂമിയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പ്രത്യേകമായ ഇറക്കം അല്ലാഹു തുടങ്ങി എന്നർത്ഥം. ഏതായിരിക്കട്ടെ, ഈ ബറാഅത്ത് രാവിന് ഇങ്ങനെയൊക്കെ ശ്രേഷ്ഠതകളുണ്ട്. അതുകൊണ്ട് ആ രാവിനെ നാം മുതലാക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.